ഹേ ഗായ്സ്, അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്കാകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷനുമായി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടിയ പോലെ ആക്കുന്നുണ്ടോ? കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മാനുവിന് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെയൊന്നും ഞാൻ ആരെ കൊണ്ട് അയപ്പിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്തും വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടില്ല. പോകണമെങ്കിൽ പണ്ടേ പോയായിരുന്നു. ഈ വീഡിയോ ഉണ്ടെങ്കിൽ കണ്ടിട്ട് ചിലരെങ്കിലും വിചാരിച്ചാണ് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് പേര് വിചാരിക്കുമായിരുന്നു. അങ്ങനെ വിചാരിക്കാനുള്ള സാധ്യതയായിരുന്നു വളരെയധികം കൂടുതൽ. പക്ഷേ അത് ഭയങ്കരമായിട്ട് പാളിച്ച് കളഞ്ഞത് ലല്ലു തന്നെയാണ്. ലല്ലു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ലൈവ് വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ ലൈവിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, സഫയുടെ കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ നമ്മൾ കണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ലല്ലു ആ ലൈവ് ഉണ്ടാക്കി മാറ്റുകയും അതിനുശേഷം ഇതിൽ നിന്ന് വെളിയിൽ പോയിട്ട് ഇത് കണക്ക് സിഗ്നൽ പ്രോബ്ലം അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് കൊണ്ട് ഈ സഫയും കുട്ടി അവിടെ തന്നെ എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചുമ്മാ ഉണ്ടെങ്കിൽ ആൾക്കാർ എവർക്കെതിരെ ഉണ്ടെങ്കിൽ തിരിഞ്ഞ് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇതൊന്നും അറിയാതെ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിചാരിക്കുന്നതായിരിക്കും ഇവള് പാവമാണ്, മറ്റവനുണ്ടെങ്കിൽ ഇത് കണക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാമെന്നുള്ള രീതിയിലായിരിക്കും വിചാരിച്ച് വെക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ലല്ലു തന്നെ ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് ഉണ്ടെങ്കിൽ വെളിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.